ഇനി നമ്മൾ IPL താരലേലത്തിലേക്കാണ് പോകുന്നത്. ദുബായിൽ താരലേലം പുരോഗമിക്കുകയാണ്. IPL ചരിത്രത്തിലെ വിലയേറിയ താരമായിരിക്കുകയാണ് ഇപ്പോൾ മിച്ചൽ സ്റ്റാർക്ക്. 24,75,00,000-നാണ് ഓസീസ് താരത്തെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കിയത്. പാറ്റ് കമ്മിൻസിനെ 20,50,00,000-ന് ഹൈദരാബാദ് സൺറൈസേഴ്സ് ഹൈദരാബാദ് സ്വന്തമാക്കി. വിനേഷ് കുഞ്ഞിരാമൻ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. വിനേഷ്, ഇപ്പോൾ പാറ്റ് കമ്മിൻസിനെ മറികടന്നിരിക്കുകയാണ് മിച്ചൽ സ്റ്റാർക്ക്. ഓസീസ് താരങ്ങൾക്ക് തന്നെയാണോ ഏറ്റവും കൂടുതൽ വില? ലോക ചാമ്പ്യന്മാരാണ് വിനീത ഓസ്ട്രേലിയ. അതുകൊണ്ട് തന്നെ ഓസീസ് താരങ്ങൾക്ക് വില ലഭിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് പാറ്റ് കമ്മിൻസ്, അവരുടെ നായകനായിരുന്നു പാറ്റ് കമ്മിൻസ്. മിച്ചൽ സ്റ്റാർക്ക് ഈ ലോകകപ്പിൽ തുടക്കത്തിൽ അത്ര മികച്ച പ്രകടനമായിരുന്നില്ല എങ്കിൽ പോലും പിന്നീട് ലോക മത്സരങ്ങൾ പുരോഗമിക്കും തോറും ഫോമിലേക്ക് വരുന്നു. ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ ഏറ്റവും മികച്ച ഫോമിലേക്ക് എത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പേസ് ബോളർമാർക്ക് നല്ല വില ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. നിരവധി പ്രത്യേകതകളുള്ള ഒരു IPL താരലേലം. കാരണം IPL ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യക്ക് പുറത്ത് താരലേലം നടക്കുന്നു. ദുബൈയിലാണ് ലേലം നടക്കുന്നത്. അതുപോലെ തന്നെ ഒരു വനിത ആണ് ഇത്തവണത്തെ IPL നിയന്ത്രിക്കുന്നത്. അങ്ങനെ ലേലം തുടങ്ങുന്നതിന് മുൻപ് തന്നെ വാർത്തകളിൽ ഇടം നേടിയ നിരവധി പ്രത്യേകതകൾ സൃഷ്ടിച്ച IPL താരലേലം, മിനി ലേലം ഇത്തവണ ഇപ്പോൾ ലേല നടപടികൾ ആരംഭിച്ചതിന് ശേഷവും ചരിത്രം സൃഷ്ടിക്കുന്നു. പാറ്റ് കമ്മിൻസ് IPL ചരിത്രത്തിൽ ആദ്യമായി 20 കോടിക്ക് മുകളിൽ വില ലഭിക്കുന്ന താരമായി മാറി. 20.50 കോടിക്ക്, അതായത് 20,50,00,000 രൂപയ്ക്ക് ഹൈദരാബാദ് സ്വന്തമാക്കിയ IPL ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ താരമായി റെക്കോർഡിട്ടതിന് തൊട്ടു പിന്നാലെ മറ്റൊരു ഓസീസ് താരമായിട്ടുള്ള മറ്റൊരു ബൗളറായിട്ടുള്ള പേസ് ബോളറായിട്ടുള്ള മിച്ചൽ സ്റ്റാർക്ക് ആ ഒരു റെക്കോർഡ് മറികടക്കുന്നതും കാണുന്നു. മിച്ചൽ സ്റ്റാർക്കിനെ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് 24.75 കോടി രൂപയ്ക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലേക്ക് IPL ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ താരം എത്തുന്നു. പാറ്റ് കമ്മിൻസിനെ 20.50 കോടി രൂപയ്ക്ക് ഹൈദരാബാദ് സ്വന്തമാക്കുന്നു. സാം കറൻ കഴിഞ്ഞ IPL താരലേലത്തിൽ, കഴിഞ്ഞ തവണ മെഗാ ലേലമായിരുന്നു, ഇത്തവണ മിനി ലേലമാണ്. കഴിഞ്ഞ തവണ രണ്ട് ടീമുകൾ കൂടി പുതുതായി വന്നതോടുകൂടി മെഗാ ലേലമായിരുന്നു നടന്നിരുന്നത്. ആ സീസണിൽ, ആ ലേലത്തിൽ സാം കറൻ നേടിയ 18.50 കോടി രൂപയായിരുന്നു IPL ചരിത്രത്തിൽ ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന തുക എന്ന് പറയുന്നത്. അത് ഈ ലേലത്തിൽ ഇതിനോടകം 2 പേർ മറികടന്നിരിക്കുകയാണ്. ഇനി ഇതിനു മുകളിലേക്കുള്ള ഒരു തുക വരാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇവർക്ക് മുടക്കാൻ കഴിയുന്ന തുക അത്രത്തോളമേ ഉള്ളൂ. ഓരോ ടീമിനും മുടക്കാൻ കഴിയുന്ന തുക പരമാവധി 100 കോടി രൂപയാണ്. ആ 100 കോടി രൂപയിൽ തന്നെ നിരവധി താരങ്ങളെ നിലനിർത്തുകയും കഴിഞ്ഞ സീസണിൽ മുൻപുള്ള ലേലത്തിൽ തന്നെ നിരവധി താരങ്ങളെ സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിലീസ് ചെയ്ത താരങ്ങൾ, ഒഴിവാക്കിയ താരങ്ങളെ ഒക്കെ ആ ഒഴിവാക്കിയതിന്റെ തുക, ബാക്കി തുകയാണ് ആകെ മുടക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഇവരുടെ പേഴ്സിൽ പണം കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിന് മുകളിലേക്കുള്ള ഒരു തുക, ഇനിയൊരു റെക്കോർഡ് തുക ഉണ്ടാവാൻ സാധ്യതയുമില്ല. രാജസ്ഥാൻ റോയൽസ്, മലയാളി താരം സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് ഇത്തവണ ഇപ്പോൾ ഒരു താരത്തെയാണ് ആകെ സ്വന്തമാക്കിയിട്ടുള്ളത്. അവർക്ക് വേണ്ടത് ഒരു ഓൾറൗണ്ടറെ ആയിരുന്നു. ആ ഓൾറൗണ്ടറെ തന്നെ അവർക്ക് സ്വന്തമാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. റോമാൻ പവലിനെ 7.40 കോടി രൂപയ്ക്കാണ് രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയത്. ഇന്ത്യൻ താരമായ ഹർഷൽ പട്ടേൽ, അടിസ്ഥാന വില 2 കോടി രൂപയായിരുന്നു ഹർഷൽ പട്ടേലിൻ്റെത്. ഹർഷൽ പട്ടേലിന് അപ്രതീക്ഷിതമായി വില ഉയരുന്നതും കണ്ടു. 11.75 കോടി രൂപയ്ക്കാണ് ഹർഷൽ പട്ടേലിനെ പഞ്ചാബ് കിങ്സ് സ്വന്തമാക്കിയത്. ജെറാൾ കോൾസി ഈ ലോകകപ്പിലെ വരവറിയിച്ച ഒരു താരമായിരുന്നു. ദക്ഷിണാഫ്രിക്കൻ ഓൾറൗണ്ടർ ആയിട്ടുള്ള ജെറാൾ കോൾസിക്ക് വേണ്ടി വാശിയേറിയൊരു ലേലം വിളി നടന്നു. 5 കോടി രൂപയ്ക്ക് കോൾസിയെ മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കി. മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച ബോളിംഗ് ഓൾറൗണ്ടറുടെ ഒരു സാന്നിധ്യം കൂടി അവിടെ ലഭിക്കുകയും താരങ്ങളെ സ്വന്തമാക്കിയിട്ടുണ്ട്. അതിലൊന്ന് അടിസ്ഥാന വില 2 കോടി രൂപയുണ്ടായിരുന്ന ഷർദുൽ താക്കൂറിനെയാണ്. ഷർദുൽ താക്കൂറിനെ 4 കോടി രൂപ മുടക്കിയാണ് ഇപ്പോൾ ചെന്നൈ സ്വന്തമാക്കിയത്. രജിൻ രവീന്ദ്ര ഈ ലേലത്തിൽ ഏറ്റവും ഉയർന്ന തുക ലഭിക്കുമെന്നൊക്കെ വിലയിരുത്തപ്പെട്ടിരുന്ന ഒരു താരം, മികച്ച ഒരു തുക ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന താരം. കാരണം കഴിഞ്ഞ ലോകകപ്പിൽ ന്യൂസിലാൻഡിന്റെ കുതിപ്പിന് പിന്നിൽ ചാലകശക്തിയായി പ്രവർത്തിച്ച താരങ്ങളിൽ ഏറ്റവും സുപ്രധാന പങ്ക് വഹിച്ച ഒരു താരമാണ് രജിൻ രവീന്ദ്ര. രജിൻ രവീന്ദ്രയ്ക്ക് 50 ലക്ഷം രൂപയായിരുന്നു അടിസ്ഥാന വില. പക്ഷേ 1.80 കോടി, 1,80,00,000 രൂപ വരെ മാത്രം